ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനുള്ളത് ഇവിടെ മൈസൂർ സൂവിലാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മൃഗശാലയാണിത്. ഈ വീഡിയോയിലൂടെ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു എളുപ്പ വഴിയും അതുപോലെ തന്നെ ഇവിടുത്തെ മൃഗങ്ങൾ, പക്ഷികൾ ഇവയെക്കുറിച്ചൊക്കെ പരിചയപ്പെടാം. 120 രൂപയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് കയറാനുള്ള ഒരാൾക്കുള്ള ഒരു എൻട്രൻസ് ഫീ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് 80 രൂപയാണ്. ഒരുപാട് മൃഗങ്ങളെ നമുക്കിവിടെ കാണാനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ 120 രൂപക്ക് ടിക്കറ്റ് എടുത്താൽ എന്തായാലും നമുക്കത് യൂസ്ഫുൾ ആകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ ഈ 2026 ഈ പെരുന്നാൾക്കാണ് കേട്ടോ, ഈ ചെറിയ പെരുന്നാളിനാണ് ഞാനിവിടെ വന്നത്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും എങ്ങനെയാണ്, ഇങ്ങോട്ടേക്കുള്ള എൻട്രൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് സൂവിൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഈ ഒരു പശുവിനെ കാണാൻ സാധിക്കും കേട്ടോ. എന്തായാലും ഇവിടെ നമുക്ക് ലഗേജ് വെക്കേണ്ടതുണ്ട്. ആ ലഗേജ് ഇവിടെ ഏൽപ്പിച്ചതിന് ശേഷം ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. ഇതിലൂടെ അങ്ങനെ പോയിട്ട് വേണം നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട്. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ടിക്കറ്റിനുള്ള ആ ഒരു ക്യൂവിലാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. രാവിലെ ഒരു 8:30 ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ ടിക്കറ്റിൻ്റെ ആ റേറ്റ് കാര്യങ്ങളൊക്കെ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. ഞങ്ങൾ 2 പേരായിരുന്നു, 2 പേർക്ക് 240. അപ്പോൾ മെയിൻ കയറുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണുന്നത് കുറച്ച് പക്ഷികളെയാണ് കേട്ടോ. കൂടുതലായിട്ടുള്ള പക്ഷികളൊന്നും ഇല്ല എങ്കിലും അത്യാവശ്യം കാണാവുന്ന, നമ്മൾ ഇതുവരെ കാണാത്ത പക്ഷികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു കേജ് നിറച്ച് ഇതുപോലെ ലവ് ബേർഡ്സിനെ കാണാനായിട്ട് സാധിക്കും. ആദ്യം ഇവിടെ പക്ഷികളെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ മൃഗങ്ങളൊക്കെ കാണാനുള്ളത്. വെറൈറ്റി മൃഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാനുണ്ട്. എന്തായാലും ഈ സൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉള്ള ഒരു സൂവാണിത്. ഈ മൈസൂർ മൃഗശാല എന്ന് പറയുന്നത് ഔദ്യോഗികമായി ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ് എന്നാണ് അറിയപ്പെടുന്നത്. തെക്കേ ഇന്ത്യൻ നഗരമായ കർണാടകയിലെ മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന സുവോളജിക്കൽ ഗാർഡനുകളുടെയും ആനിമൽ പാർക്കിൻ്റെയും ഒരു സംയോജിതമാണിത്. മൈസൂർ കൊട്ടാരത്തിൽ നിന്ന് ഏകദേശം 700 മീറ്റർ അകലെ 157 ഏക്കർ വിസ്തൃതിയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ മൃഗശാലകളിൽ ഒന്നായ ഇത് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണങ്ങളിൽ ഒന്നായതിനാൽ 168ലധികം ഇനങ്ങളുടെ വിശാലമായ ശ്രേണി ഇവിടെയുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് മൈസൂർ വന്ന് ഈ സൂ ഒക്കെ കണ്ടു പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിയായിട്ട് വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നമുക്കിപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്ററിന് ഉള്ളിലായിട്ട് തന്നെയാണ് ഇവിടെ സൂ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മൈസൂർ പാലസൊക്കെ നമുക്ക് ബസ്സിന് വന്നാലും നമുക്ക് കാണാനായിട്ട് പറ്റും. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്ററിന് ഉള്ളിലായിട്ടാണ് ഇതൊക്കെ വരുന്നത്. ഞാൻ ഇത്തവണ വന്നത് KSRTC ബസ്സിനായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ കോഴിക്കോട് നിന്നാണ് ഞാൻ KSRTC ബസ്സിന് വന്നത്. ഏകദേശം ഒരു 270-280 രൂപ ആ റേഞ്ചിൽ KSRTCക്ക് റിസർവ് ചെയ്യാതെ നമുക്ക് ടിക്കറ്റ് കിട്ടും. 270 രൂപ കൊടുത്താൽ നമുക്ക് നേരെ ഇവിടെ മൈസൂർ വന്നിറങ്ങാം. ഏകദേശം ഒരു കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ ഇവിടുന്ന് 6 മണിക്കൂറാണ് കേട്ടോ സഞ്ചരിക്കാനുള്ളത്. കോഴിക്കോട് നിന്ന് മൈസൂരിലേക്ക് 6 മണിക്കൂറാണ്. പിന്നെ ബ്ലോക്ക് വരുന്ന സമയത്ത് ഇത്തിരി ലേറ്റ് ആകും എന്നുള്ളതാണ്. എന്തായാലും KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയാൽ നമുക്ക് നടന്ന് പോയിട്ട് കാണാവുന്നതേ ഉള്ളൂ. ഈ സൂവിനടുത്തേക്ക് അതുപോലെ പാലസിനടുത്തൊക്കെ നമുക്ക് നടന്ന് വരാനേ ഉള്ളൂ. ഇവിടെ നിന്നൊക്കെ ഓട്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർ ചാർജ് ഈടാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നടന്ന് വരുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. നേരിട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മൃഗങ്ങളൊക്കെ സിംഹം, പുലി, കടുവ, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എന്തായാലും 120 രൂപ കൊടുത്താൽ നമുക്ക് എന്തായാലും മുതലാകും എന്നുള്ളത് 100% ഉറപ്പാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. എന്തായാലും ഞാനിവിടെ വന്ന് ഏകദേശം ഒരു മിനിമം ഒരു 1-2 മണിക്കൂർ നമുക്ക് ഇവിടെ സൂവിനകത്ത് തന്നെ ചിലവഴിക്കാനുണ്ട്. പിന്നെ വ്യത്യസ്തമായ പ്ലേസ് കാര്യങ്ങളൊക്കെ കാണാം. ഫോട്ടോസ് എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു ചിമ്പാൻസി ഉണ്ട്. ആ ഏരിയയിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ വിദേശത്ത് നിന്നുള്ള ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. അതുപോലെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകളെ കാണാം. പിന്നെ ഒരുപാട് മലയാളീസിനൊക്കെ ഇവിടെ പരിചയപ്പെടാൻ പറ്റിയിട്ട് ഒത്തിരി പേരാണ് ഇപ്പോൾ പെരുന്നാൾ ആയതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ അവിടുത്തെ അധികം മൃഗശാലയിലൊന്നും കാണാത്ത ഒരു ഐറ്റാണ് കേട്ടോ ഈ ചിമ്പാൻസി എന്ന് പറയുന്നത്. ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്, ഇവിടെ വന്നതിന് ശേഷം കാണുന്നതാണ്. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. ഇതിനടുത്തൊക്കെ ഈ ചിമ്പാൻസിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഒരുപാട് വിദേശികളാണ് കേട്ടോ. അതുപോലെ ഒരുപാട് നാട്ടിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ചുറ്റും കൂടിയിരുന്നു ഇതിനടുത്തായിട്ടും. എന്തായാലും ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ സാധാ കുരങ്ങന്മാരൊക്കെ കാണാം കേട്ടോ. വെറൈറ്റി കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മൃഗങ്ങൾ നമുക്ക് ഇവിടെ കാണാനുണ്ട്.
ഇവിടെ ഏകദേശം 2 3 ചിമ്പാൻസികളെ എനിക്ക് കാണാൻ പറ്റി കേട്ടോ. എന്തായാലും അവരുടെ ആ ഒരു ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതിനടുത്ത് ഇവരുടെ ഈ കാഴ്ചകളൊക്കെ കാണാൻ ഒരുപാട് ആളുകൾ ഇതുപോലെ ചുറ്റും കൂടി നിന്നിരുന്നു. ചില കേജിലൊക്കെ ഇതുപോലെ ആളുകൾ ഇങ്ങനെ സെറ്റായി നിൽക്കുന്നത് കാണാം. പിന്നെ കരിങ്കുരങ്ങ്, അങ്ങനെ കുരങ്ങിൻ്റെ ആ ഒരു സെക്ഷൻ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതുണ്ട്. പിന്നെ ഹിപ്പോപ്പൊട്ടാമസ് എല്ലാ മൃഗശാലയിലും നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്ന ഒരു മൃഗമാണ്. എന്തായാലും അതും ഇവിടെയുണ്ട്. ഒരു 3-4 കാണാൻ പറ്റി കേട്ടോ. ഹിപ്പോപ്പൊട്ടാമസ് ഒരുവിധം എല്ലാ മൃഗശാലയിലും നമ്മൾ കണ്ടതായിരിക്കും കേട്ടോ. പിന്നെ മറ്റ് മൃഗശാലയിൽ കാണാത്ത ഒരുപാട് മൃഗങ്ങളെ നമുക്ക് ഇവിടെ മൈസൂർ സൂയിൽ കാണാൻ പറ്റും. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഈ വണ്ടിയിൽ കയറിയിരുന്നു കേട്ടോ. ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. പിന്നെ നമ്മൾ വരുമ്പോൾ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ 2 സീബ്രയെ കണ്ടു കേട്ടോ. ആദ്യം നമുക്ക് തോന്നും ഇത് അനങ്ങാതെ നിൽക്കുകയാണ്, ജീവനുള്ളതല്ല എന്ന് തോന്നും. പക്ഷേ ഇത് ജീവനുള്ളത് തന്നെയാണ്. ഇവറ്റകൾ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അങ്ങനെ സീബ്രയുടെ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാനുള്ള പിന്നെ വേറെ വെറൈറ്റി മൃഗങ്ങളാണ്. പിന്നെ ഇവിടെ കരിങ്കുരങ്ങിന് കാണാം കേട്ടോ. ഈ ഓരോ മൃഗത്തിൻ്റെയും പേര് കാര്യങ്ങളൊക്കെ ഇവിടെ ബോർഡിൽ അവർ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിന്നിരുന്നു കേട്ടോ. ഇവിടെ ഈ 2 കുരങ്ങിൻ്റെ വേറെ ഏതോ ഒരു വേർഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇവരുടെ ഈ ആക്ടിവിറ്റീസ് കാണാനായിട്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ തടിച്ച് കൂടി നിന്നിരുന്നത്. ഇവരൊരു സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിനനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും ഓടുന്നതും ഒരു വെറൈറ്റി കാഴ്ചയായിരുന്നു. എന്തായാലും ഒരുപാട് ആളുകളാണ് ഇവരുടെ ഈ ഒരു കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരുന്നത് കേട്ടോ. ഭയങ്കര സൗണ്ടായിരുന്നു ഇവിടെ. ഞാനും ഒരുപാട് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇവിടെ നിന്ന് ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റി. പിന്നെ നമുക്ക് ഇവിടെ ക്യാമറ കൊണ്ടുവരണമെങ്കിൽ അതിന് വേറെ ചാർജ് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഫോണിലൊക്കെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ കരടിയെ കാണാൻ പറ്റി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കരടിയൊക്കെ നേരിട്ട് കാണുന്നത്. ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു സെക്ഷനിൽ ഒരു 3-4 കരടികളെ ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാം. പിന്നെ ഈ മൃഗങ്ങൾ മാത്രമല്ല വേറെയും കാഴ്ചകൾ നമുക്ക് ഇതിനകത്ത് കാണാനുണ്ട്. എന്തായാലും 1 മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് മാക്സിമം ഇവിടെ ഉപയോഗിക്കേണ്ടതുണ്ട്. പിന്നെ മാനുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ മാനുകളുടെ ഈ ഒരു വിഭാഗം തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള സൂവിലൊക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും ഇവരെ നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വന്നത് KSRTC ബസ്സിനായിരുന്നു. കോഴിക്കോട് നിന്ന് KSRTCക്കാണ് വന്നത്. തിരിച്ചു പോയതും KSRTC തന്നെയാണ് കേട്ടോ. ഞാൻ വന്നിട്ട് ഇവിടെ ആകെ 2-3 സ്ഥലങ്ങളിൽ പോയിട്ടുള്ളൂ. ഒന്ന് ഗാർഡൻ, അതുപോലെ ആദ്യം വന്നത് 8:30 വന്നത് ഇവിടെ സൂവിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പാലസ്, പിന്നെ ഗാർഡൻ, ഈ 3 ഏരിയയിൽ ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ ഞാൻ നേരെ തിരിച്ച് പോവുകയാണ് ചെയ്തത്. എന്തായാലും അതിൻ്റെ വീഡിയോസ് ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ മാനിൻ്റെ സെക്ഷൻ കഴിഞ്ഞ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു 2-3 പ്ലേസിലായിട്ട് ഈ പലതരം വെറൈറ്റി മാനുകളെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 പ്ലേസായിട്ട് ഉണ്ട്, ഒരുപാട് ഏരിയയിലായിട്ട്. പിന്നെ കാട്ടുപോത്ത്, അങ്ങനത്തെ വേറെ തരം മൃഗങ്ങളെയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആനകളെ കാണാൻ സാധിക്കും കേട്ടോ. അതൊക്കെ ഇവരിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരുവിധം എല്ലാ ഐറ്റം മൃഗങ്ങളും ഇവിടെ വന്നാലും മൈസൂർ സൂയിൽ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. കൊറോണയ്ക്ക് ശേഷം ഞാൻ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഇതിലും കൂടുതൽ വെറൈറ്റി മൃഗങ്ങളെ കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഇത്തവണ വന്നപ്പോഴും ഉണ്ട് അത്യാവശ്യം. നമ്മൾക്ക് എന്തായാലും 120 രൂപക്ക് ടിക്കറ്റ് എടുത്താൽ എന്തായാലും നമുക്ക് അത് ഉപകാരപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ മൈസൂർ വന്നാൽ നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ മൈസൂർ സൂ എന്നുള്ളത്. ഒരുപാട് ആകർഷണീയമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ഒരുപാട് നടന്നു കഴിയുമ്പോൾ നമുക്ക് ആകെ ക്ഷീണിക്കൂട്ടോ. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. ഒരു ഏരിയയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനുള്ള പ്ലേസ്, അതുപോലെ ബാത്റൂം സൗകര്യങ്ങൾ, അതെല്ലാം തന്നെ ഈ സൂവിനകത്ത് തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വലിയ സീനുള്ള കാര്യമല്ല. പിന്നെ കരടിയെ വീണ്ടും കാണാൻ പറ്റിയിട്ട് കുറച്ച് കഴിയുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും കരടികളുടെ ആ ഒരു സെക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമുക്ക് വണ്ടിയായിട്ട് പോകുകയാണെങ്കിൽ ഒന്നുകൂടെ ഉപകാരപ്പെടും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വന്ന് പോകാം എന്നുള്ളതാണ്. പിന്നെ വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് KSRTC ബസ്സിന് വരാം കേട്ടോ. ഇവിടെ എപ്പോഴും KSRTC സർവീസുകളുണ്ട്. ഞാൻ KSRTCക്കാണ് വന്നത്. ഞാൻ വീണ്ടും പറയണം, ഇവിടെ ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. മൈസൂർ ഒരു 4-5 തവണ വന്നിട്ടുണ്ട്. വന്നതൊക്കെ വണ്ടിയായിട്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ KSRTC ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ ഇത്തവണ ചൂസ് ചെയ്ത് കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് വന്നത്. എന്തായാലും ഇത്തവണത്തെ യാത്രകളും അടിപൊളിയായിരുന്നു. പിന്നെ ഇത്രയും സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി, അതും വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. പിന്നെ ഒരുപാട് മ്ലാവുകൾ നമുക്ക് കാണാം. ഒരുവിധം എല്ലാ മൃഗശാലയിലും ഉള്ളതാണ് മ്ലാവുകൾ. അവറ്റകൾക്ക് അവിടെ ഫുഡ് കൊടുക്കുന്ന സമയം തോന്നുന്നുണ്ട്. എന്തായാലും അതിനൊക്കെ ഒരുപാട് കാണാൻ പറ്റി. അങ്ങനെ മൃഗങ്ങളുടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവസാനത്തിലാണ് ജിറാഫ് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ നേരെ വന്നത്
പാമ്പുകളുടെ സെക്ഷനിലേക്കാണ് കേട്ടോ. ഇത്തവണ കൂടുതലായിട്ട് നമുക്ക് ഈ സ്നേക്സിനെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് ഐറ്റം മാത്രമേ ഇത്തവണ കണ്ടിട്ടുള്ളൂ. പിന്നെ ഒരു പച്ചിലപ്പാമ്പ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി പാമ്പുകൾ, കോബ്ര കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതൊക്കെ ഇവിടെ ഒരു തവണയെങ്കിലും വന്നവർക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ആ ഒരു പാമ്പിൻ്റെ സെക്ഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അതൊരു കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. മുമ്പൊക്കെ ഇവിടെ പാമ്പിൻ്റെ ആ ഒരു സെക്ഷനിൽ വീഡിയോ നോട്ട് അലൗഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതൊന്നും, ആ ബോർഡൊന്നും ഇവിടെ കാണാനില്ല. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, അതുപോലെ ഞാനും എടുത്തതാണ്. എന്തായാലും ഈ പാമ്പുകളുടെ ആ ഒരു സെക്ഷനിൽ അത്ര വെറൈറ്റി ആയിട്ട് ഒരുപാട് പാമ്പുകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഓക്കെ, എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനം ആ ഒരു നമ്മുടെ ആ ഒരു എക്സിറ്റിൻ്റെ ഏരിയയിലാണ് കേട്ടോ ഇവർ ആ മുതല കാര്യങ്ങൾ, അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ആമകളുണ്ട്, പിന്നെ ജിറാഫ്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങളെ വീണ്ടും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ പാമ്പുകളുടെ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. പാമ്പുകളുടെ സെക്ഷൻ ഏകദേശം ഒരു അത്യാവശ്യം ഒരു ഏരിയയിലുണ്ട്. പിന്നെ ഇത് ഈ ഗ്ലാസ്സിനകത്തായതുകൊണ്ട് വീഡിയോയിൽ ശരിക്കും ക്ലിയർ ആവുന്നില്ല. പിന്നെ നമ്മുടെ അങ്ങോട്ട് നടന്നു പോവുകയാണ് ചെയ്തത് കേട്ടോ. പാമ്പിൻ്റെ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും 1-2 കടുവകൾ, പുലിയെ കാണാൻ പറ്റി. പിന്നെ നമ്മൾ അവിടെ ഒരുപാട് ഇരുന്ന് ക്ഷീണമൊക്കെ മാറ്റി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഏകദേശം ഒരു 2 മണിക്കൂറിൽ കൂടുതൽ മൈസൂർ സൂവിൽ തന്നെ നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏകദേശം ഒരു 3 മണി കണ്ടിട്ടാണ് നമ്മൾ മൈസൂരിൽ നിന്ന് തിരിച്ച് KSRTC പോരുന്നത്. പിന്നെ ഇവിടെ ഓരോ കുളത്തിലായിട്ട്, ചെറിയ തടാകത്തിലായിട്ട് ഇങ്ങനെ മുതലകൾ ഉണ്ട് കേട്ടോ. 2-3 മുതലകളായിട്ട് ഓരോ തടാകത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ചീങ്കണ്ണി, അങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസൊക്കെ ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൈസൂരിൽ വന്ന് ആദ്യം ഞങ്ങൾ ഇവിടെ സൂവിലേക്കാണ് കേട്ടോ വന്നത്. പിന്നീടാണ് പാലസിലേക്ക് പോയത്. പിന്നെ ഇവിടെ ഒരു തടാകത്തിൽ നിറയെ, ഒരു ചെറിയൊരു തടാകത്തിൽ നിറയെ ഇവിടെ ഈ ആമകളെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ജീവനുള്ള ആമകൾ തന്നെയാണ്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒറിജിനൽ അല്ലേ എന്ന് തോന്നിപ്പോകും കേട്ടോ. പിന്നെ ഇവിടെ നക്ഷത്ര ആമ, വളരെ വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ആമയുടെ വിഭാഗമാണ് കേട്ടോ ഇത്. ഇതിനെയും കാണാൻ പറ്റും. പിന്നീട് നമ്മൾ അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് നേരെ നടന്നു പോവുകയാണ് ചെയ്തത്. ഇനി നേരെ നമ്മൾ പോകുന്നത് ജിറാഫിൻ്റെ ആ ഒരു സെക്ഷനിലേക്കാണ്. ഇവിടെ ഒരു ബോർഡിൽ തന്നെ കാണാം. എന്തായാലും ഈ ജിറാഫ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഏറ്റവും അവസാനത്തിലാണ് നമ്മൾക്ക് ഇത് കാണാൻ പറ്റുക. എക്സിറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്താണ് കേട്ടോ. ഒരു ജിറാഫുകൾ ഒരു അത്യാവശ്യം ഒരു 5-6 എണ്ണം കാണാനായിട്ട് പറ്റും. അവരങ്ങനെ നടന്നു പോകുന്നതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നേരിട്ട് നമ്മൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോഴതിൻ്റെ ഒരു രസം നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ, പക്ഷേ നേരിട്ട് ഇങ്ങനെ വന്ന് ഈ ഒരു മൃഗങ്ങളൊക്കെ കാണുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും മൈസൂർ സൂവിൽ വന്നത് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഇപ്പോൾ ഇവിടെ മൈസൂരിൽ വന്നതിൽ എനിക്ക് ഇത്തവണ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു സൂവിലെ ആ ഒരു ആംബിയൻസ് കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റി. വീണ്ടും പറയുന്നു, 120 രൂപയാണ് ചാർജ്. ഒരാൾക്കുള്ള ചാർജ് 120 രൂപയാണ്. നമുക്ക് വന്നാൽ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം. നമ്മുടെ ഫാമിലിയായിട്ട്, ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റിയ സ്ഥലമാണ് മൈസൂർ, പ്രത്യേകിച്ച് സൂ. അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നേരെ എക്സിറ്റ് ചെയ്യണം. എന്തായാലും പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.